വൈദ്യുതി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ അവർ പ്രയോജനപ്പെടുത്തുന്നത് ഒരിക്കലും ജീവനക്കാർക്കെതിരല്ലെന്നും ആത്യന്തികമായി ഇത് കെഎസ്ഇബിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയാണ് ചെയ്യുകയെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഒക്ടോബർ 2 മുതൽ 8 വരെ കെഎസ്ഇബിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഉപഭോക്തൃ സേവന വാരാചരണം സംസ്ഥാനതല ഉദ്ഘാടനം ഒരു വൈദ്യുതി ഉപഭോക്താവ് എന്ന നിലയിൽ നിരവധി അവകാശങ്ങളാണ് ജനങ്ങൾക്കുള്ളത്. ഈ അവകാശങ്ങൾ എല്ലാ സെക്ഷൻ ഓഫീസുകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി മുടങ്ങിയാൽ നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് കെഎസ്ഇബി നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരം നൽകാൻ ബോർഡ് ബാധ്യസ്ഥരാണ്. ഇത് സംബന്ധിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എല്ലാ ഉപഭോക്താക്കളും വായിച്ചിരിക്കേണ്ടതാണ്. ഇതിലൂടെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഉപഭോക്താവ് ബോധവാനായിരിക്കേണ്ടതാണ്. ഈ അവകാശങ്ങൾ ഉപഭോക്താവ് ഉപയോഗിക്കുമ്പോൾ അത് ജീവനക്കാർക്കെതിരെയാണെന്ന് ജീവനക്കാർ കരുതേണ്ടതില്ല. കെഎസ്ഇബിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് മാത്രമേ ആത്യന്തികമായി ഇത് ഉപകരിക്കൂ. പകൽ സമയത്ത് വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള നിർദ്ദേശം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ വയ്ക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ആലോചിക്കുന്നുണ്ട്. പകൽ സമയം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വൈദ്യുതിയുടെ ഒരു വിഹിതം ഉപഭോക്താക്കൾക്ക് നൽകാനാണ് ആലോചന. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ്. പൊതുമേഖലാ സ്ഥാപനമായ കെഎസ്ഇബിയിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. ജനങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘടകമായി വൈദ്യുതി മാറിക്കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. ടെലികോം കമ്പനികൾ അടിക്കടി സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതുപോലെ കെഎസ്ഇബിയും സേവനം മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ജനങ്ങളുടെ പ്രതീക്ഷ ഉയരുന്നതിനനുസരിച്ച് കെഎസ്ഇബിയുടെ പ്രവർത്തനവും ഉയരേണ്ടതുണ്ട്. ഉപഭോക്താക്കളോട് സംസാരിക്കുന്ന ഭാഷയും പ്രവർത്തന ശൈലിയും പ്രവർത്തന വേഗവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി എല്ലാ വിഭാഗം ജീവനക്കാർക്കും സമഗ്രമായ പരിശീലനം നൽകും. ഉപഭോക്തൃ സേവനം സംബന്ധിച്ചും പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഓഫീസുകളിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നവരുടെ സംഭാഷണ ശൈലി സംബന്ധിച്ചും വളരെയധികം മുന്നേറേണ്ടതുണ്ട്. കാർഷിക മേഖലയിൽ സോളാർ പദ്ധതികൾക്ക് 60% സബ്സിഡി നൽകുന്നുണ്ട്. 97 കോളനികളിൽ ഇതുവരെ വൈദ്യുതി എത്തിയിരുന്നില്ല. ഇപ്പോൾ അതിൽ 25 കോളനികൾ മാത്രമാണ് വൈദ്യുതി എത്തിക്കാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഒരു ദിവസം ഗാന്ധി അതുവഴി വന്നപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ആ വൃത്തിയാക്കുന്ന പെൺകുട്ടിയെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഗാന്ധി അതിനെ ശ്രദ്ധിച്ചു. അന്ന് മേനയിലെ വിളിച്ച് അവൾക്ക് മറ്റെന്തെങ്കിലും തുക നൽകണമെന്ന് ഗാന്ധിജി പറഞ്ഞു. തോട്ടത്തിലെ ചെടികൾ നനയ്ക്കുകയും പച്ചക്കറികൾക്ക് വളമിടുകയും ഒക്കെ ചെയ്യുന്ന ജോലി അവൾക്കത് വലിയ ആശ്വാസമായി. പൂർണ്ണ തൃപ്തിയോടുകൂടി ആ ചെയ്തുകൊണ്ടിരിക്കെ ഒരു ദിവസം അവൾക്ക് തോന്നി താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പോൾ ആരായിരിക്കും ചെയ്യുന്നതെന്ന് നോക്കണം തോന്നി. വെറുതെ ഒരു കൗതുകം പിറ്റേന്ന് അതിരാവിലെ അവൾ ആ വൃദ്ധന്റെ മുറിക്കടുത്ത് ചെന്ന് നോക്കുമ്പോൾ കണ്ടത് ഗാന്ധിജി തന്നെ ആ ജോലികൾ ചെയ്യുന്നതാണ്. അവൾക്ക് അമ്പരന്ന് പോയി. ആ പെൺകുട്ടിയുടെ ഈ അനുഭവത്തെക്കുറിച്ച് വായിച്ചാൽ നമുക്ക് ആരാണ് ഗാന്ധിജി എന്നുള്ളതിൻ്റെ മഹാത്മാവ് എന്ന് പറയുന്നത് വെറുതെ അല്ല, അതിൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെയാണ് കാണിച്ചത്. അതൊക്കെ നമുക്കൊരു പാഠങ്ങളാണ്. അതേ എനിക്കതിൽ ചുരുക്കത്തിൽ പറയാണ്. ആദർശരഹിതമായ രാഷ്ട്രീയം, അധ്വാനമില്ലാത്ത സമ്പാദ്യം, മനസാക്ഷിയില്ലാത്ത സുഖലോലുപത, സ്വഭാവ രൂപീകരണം സാധിക്കാത്ത വിദ്യാഭ്യാസം, ധാർമ്മികതയില്ലാത്ത വ്യാപാരം, മനുഷ്യത്വരഹിതമായ ശാസ്ത്രം, ത്യാഗശൂന്യമായ മതം ഇവ അത്യന്ത അപകടകരമാണെന്ന് ഗാന്ധിജി പറഞ്ഞു. കെ ബാബു എം.എൽ.എ അധ്യക്ഷനായി. കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ശാലിനി കറുപ്പേഷ്, വാർഡ് മെമ്പർ പി കെ ജയൻ എന്നിവർക്കൊപ്പം കെഎസ്ഇബി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.